ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ പുതിയ നോവലിൻ്റെ തുടക്കമാണ്. ബ്രഹ്മമന്ത്രം എന്ന മാന്ത്രിക നോവലാണ് ഈ പ്രാവശ്യം എത്തുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ചെറിയ അധ്യായങ്ങൾ കൊണ്ട് തീരുന്ന ഒരു മാന്ത്രിക നോവലാണിത്. ഇതിനുശേഷം നമ്മൾ ക്രൈം ത്രില്ലറും നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഫാമിലി നോവലും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. ഇടയ്ക്കും തലയ്ക്കും വല്ലപ്പോഴും ഓരോ മാന്ത്രിക നോവലും ഇടയ്ക്ക് കയറി വരും. അപ്പം നമ്മൾ ഈ നോവലിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബ്രഹ്മമന്ത്രം എന്ന ഈ നോവൽ കേൾക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരിക്കണം. ചെറുകുന്നത്ത് നരനാരായണൻ മലയാളക്കര കണ്ട ഏറ്റവും വലിയ മാന്ത്രികന്മാരിൽ ഒരാളായിരുന്നു. പരമദുഷ്ടന്മാരിൽ അഗ്രഗണ്യൻ. അയാളുടെ മക്കളും തന്തയുടെ തൽസ്വരൂപങ്ങൾ തന്നെയായിരുന്നു വിനയനും നരേന്ദ്രനും. ചെറുകുന്നത്ത് തറവാട്ടിലെ ബാല്യക്കാരിയാണ് അതിസുന്ദരിയായ യാമിനി. ആദ്യം പ്രേമ അഭിനയിച്ച് വിനയനും പിന്നീട് ഭീഷണിപ്പെടുത്തി നരേന്ദ്രനും ഒടുവിൽ മാന്ത്രികനായ നരനാരായണനും അവളുമായി ബന്ധം പുലർത്തി. ഗർഭിണിയായ യാമിനിയെ നരനാരായണൻ വധിച്ചു. ആഗ്രഹങ്ങളെല്ലാം ബാക്കി വെച്ച് കൊല്ലപ്പെട്ട യാമിനി ഒരു യക്ഷിയായി മാറി. പ്രതികാരദുർഗയായി മാറിയ യാമിനി സംഹാര നടപടികൾ ആരംഭിക്കുന്നു. വിനയനും നരേന്ദ്രനും വധിക്കപ്പെടുന്നു. നരേന്ദ്രൻ്റെ മകൾ ഷാലുവിൽ യാമിനിയുടെ പ്രേതം പ്രവേശിക്കുകയും അവളെ ആജ്ഞാനുവർത്തിയാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. നരനാരായണൻ്റെ മകളായ വിനയപ്രഭയുടെ കാമുകനായ ബ്രഹ്മദത്തനെ നശിപ്പിക്കാൻ നരനാരായണൻ ഒരുങ്ങുമ്പോൾ അത് തടയാനായി നാട്ടിൽ ഭ്രാന്തനായി അറിയപ്പെടുന്ന മാന്ത്രികനായ ഭദ്രൻ ചെറുകുന്നത്ത് തറവാട്ടിലേക്ക് കടന്നു വരുന്നു. പ്രപഞ്ചം പോലും സ്തംഭിച്ചു നിന്നു പോകുന്ന ഒരവസ്ഥ അല്ലേ? ഇനിയാണ് നമ്മൾ നോവലിലേക്ക് പോകുന്നത്. ബ്രഹ്മമന്ത്രം അധ്യായം 1. നരനാരായണൻ സ്വപ്നോപി കരുതിയിരുന്നില്ല, അതും തൻ്റെ മകൻ ഭൂമിക്കടിയിലേക്ക് താഴുക. ഇത്ര കേമനോ ഈ ഭ്രാന്തൻ? തമ്പുരാനെ, നമ്മുടെ മോൻ വിനയൻ ഭൂമിയിലേക്ക് തലകുത്തനെ താഴുന്നത് കണ്ട് മാതൃ അലറിക്കരഞ്ഞു. രക്ഷിക്ക് തമ്പുരാനെ അവനെ. ഇല്ല തമ്പുരാട്ടി, അവനെ രക്ഷിക്കാൻ എനിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല, ഭ്രാന്തൻ്റെ രൂപത്തിൽ നിന്ന് ഭദ്രൻ പറഞ്ഞു. എങ്കിൽ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്ക്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പകരമായി ചോദിക്കാം. മാതൃ കൊഞ്ചി. സ്വന്തം മകന് ഇത്തരം ഒരു അനുഭവമുണ്ടായപ്പോൾ തമ്പുരാട്ടിക്ക് നോവണുണ്ട് അല്ലേ? എങ്കിൽ കുറേ നേരമായി ഇവിടെ ഒരു മനുഷ്യജീവി നിങ്ങളുടെ ഭർത്താവിൻ്റെ ക്രൂരതയ്ക്ക് അടിപ്പെട്ടപ്പോൾ നിങ്ങൾക്കങ്ങനെ തോന്നിയോ? ശബ്ദിക്കാനായില്ല മാതൃക്ക്. ഭദ്രൻ നരനാരായണൻ്റെ നേരെ തിരിഞ്ഞു. ബ്രഹ്മദത്തനെ നിങ്ങൾ രക്ഷിക്കുന്നോ ഇല്ലയോ? ഇനി വൈകിയാൽ അവന് കൂട്ടായി നിങ്ങളുടെ മകനെയും ഞാൻ അങ്ങോട്ട് അയക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ അപ്പോഴും കഴിഞ്ഞില്ല നരനാരായണന്. തമ്പുരാനെ, എന്താ ആലോചിക്കണത്? ആ ചെക്കനെ രക്ഷപ്പെടുത്തിയര്, അല്ലെങ്കിൽ നമ്മുടെ മോൻ. ബ്രഹ്മദത്തനാകട്ടെ ഭദ്രൻ്റെ സാന്നിധ്യം അറിഞ്ഞെങ്കിലും കണ്ണു തുറന്നില്ല. തൻ്റെ മൂക്കിൻ്റെ അഗ്രഭാഗം ഭൂമിയിൽ സ്പർശിക്കുന്നത് അവൻ അറിഞ്ഞു. മൂക്കിൽ മണ്ണ് കയറുവാതിരിക്കുവാനായി അവൻ ശ്വാസം പിടിച്ചു. വിനയൻ്റെ നെറ്റി ഭൂമിക്കടിയിലായി കഴിഞ്ഞിരുന്നു. അവൻ കൈകാലുകളിട്ട് അടിച്ചു നോക്കി. ഭൂമി തലയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ. അച്ഛാ, രക്ഷിക്കച്ചാ! അവനും നിലവിളിക്കുകയാണ്. ഏട്ടൻ മരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പാക്കിയ നരേന്ദ്രനും അച്ഛനോട് യാചിക്കാൻ തുടങ്ങി. വാതിലിന് പിന്നിൽ നിന്നിരുന്ന ജയകൃഷ്ണൻ ഭയന്ന് അകത്തേക്ക് ഓടിക്കളഞ്ഞു. തൻ്റെ മുറിക്കുള്ളിൽ അസ്വസ്ഥതയോടെ നിന്നിരുന്ന വിനയപ്രഭ പുറത്ത് ഭീകരമായതെന്തോ നടക്കുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലായി. കണക്കായിപ്പോയി, തമ്പുരാൻ്റെ മോനും അത് തന്നെ വരണം, ഗ്രാമീണരിൽ ആരോ പറഞ്ഞു. എന്നാലും ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഭ്രാന്തന് ഇത്രയ്ക്കും മന്ത്രശക്തിയോ? ഏറെ അത്ഭുതകരമായി അവർക്ക് തോന്നിയത് ആ കാര്യമാണ്. നരനാരായണൻ എഴുന്നേറ്റു. ഇത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ച് ഒരാൾക്ക് കീഴടങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. ആ ചുണ്ടുകളിൽ മന്ത്രങ്ങൾ പിറക്കുമ്പോഴും കണ്ണുകൾ കോപതാപങ്ങളാൽ ഭദ്രനിൽ തന്നെ നിൽക്കുകയായിരുന്നു. ബ്രഹ്മദത്തൻ താഴേക്ക് പോകുന്നത് നിലച്ചു. പകരം ഉയരാൻ തുടങ്ങി. ആശ്ചര്യത്തോടെ അവൻ കണ്ണുകൾ തുറന്നു. ബന്ധനങ്ങൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ ആരോ മുകളിലേക്ക് ഉയർത്തും പോലെ. ഭദ്രനും മന്ത്രം ജപിച്ച് വിനയനെ മോചിപ്പിക്കാനുള്ളത് ചെയ്തു കഴിഞ്ഞിരുന്നു. ഭദ്രേട്ടാ, സന്തോഷത്തോടെ ബ്രഹ്മദത്തൻ വിളിച്ചു. അവൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു. പേടിക്കേണ്ട ദത്ത. ഭദ്രൻ. ആ പേര് തൻ്റെ മനസ്സിൽ
അടിവരയിട്ട് ചേർക്കുകയായിരുന്നു അപ്പോൾ നരനാരായണൻ. എവിടെയോ താൻ കേട്ടിട്ടുള്ള പേരാണല്ലോ ഇത്. എവിടെ വെച്ചോ താൻ ഇയാളെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് നരനാരായണന് തോന്നി. എവിടെ വെച്ച്? വിനയൻ ഭൂമിയുടെ ബന്ധനങ്ങളിൽ നിന്നും മാറി. ബ്രഹ്മദത്തനും അരയോളം ഉയർന്നു കഴിഞ്ഞിരുന്നു. ഭദ്രൻ കൈനീട്ടി അവൻ ആ കയ്യിൽ പിടിച്ചു. അനായാസേന മണ്ണിൽ നിന്നും പുറത്തു വന്നു. അവൻ്റെ ശരീരത്താകമാനവും അടിയേറ്റു പൊട്ടിയ ഭാഗത്തും പ്രത്യേകിച്ച് മണ്ണ് പറ്റിപ്പിടിച്ചു കഴിഞ്ഞിരുന്നു. എടോ നരനാരായണ, തൽക്കാലം ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ്. തൻ്റെ മകളെ ഇനി ഇവന് വേണ്ട. പലരുമായി ശരീരം പങ്കിട്ടുള്ള അവളെ താൻ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുക. ഗ്രാമീണർ കേൾക്കെ ഭദ്രൻ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ തൻ്റെ തോൽ പൊളിഞ്ഞു പോകുന്നത് പോലെ തോന്നി നരനാരായണന്. ഭദ്രൻ തുടർന്നു. പക്ഷേ നമ്മൾ തമ്മിൽ ഇനിയും തീരാത്ത ഒരു കണക്കുണ്ട്. അത് തീർക്കാതെ ഈ നാട്ടിൽ നിന്നും പോകില്ല ഞാൻ. അറിയുമോ താൻ എന്നെ? നല്ലവണ്ണം ഒന്ന് ഓർത്തു നോക്ക്. ഒത്തിരി പേരുടെ ജീവൻ എടുത്തിട്ടുള്ള ആളല്ലേ താൻ. ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? നരനാരായണൻ മറുപടി പറഞ്ഞു നൽകാതെ ഭദ്രൻ്റെ മുഖം ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾ ബ്രഹ്മദത്തനെയും വിളിച്ചുകൊണ്ട് നടന്നുപോയി. അന്ന് ബ്രഹ്മദത്തൻ എവിടേക്കാണ് പോയത്? പിന്നീട് ഒരിക്കലും താൻ അയാളെ കണ്ടിട്ടില്ല. ഒരിക്കലും മുന്നിൽ വന്ന് പെടരുതേ എന്നായിരുന്നു ആഗ്രഹവും. കട്ടിലിൽ തലയിണയിലേക്ക് മുഖം അമർത്തി കണ്ണീരൊഴുക്കുന്നതിനിടയിൽ ഓർക്കുകയായിരുന്നു വിനയപ്രഭ. അനിരുദ്ധേട്ടനുമായി വിവാഹം നടന്നതിന് ശേഷം താൻ എത്രമാത്രം സന്തോഷവതിയായിരുന്നു. എന്നാൽ യാമിനിയുടെ പ്രേതം ഇന്നു പറഞ്ഞത് കേട്ടില്ലേ? ബ്രഹ്മദത്തന് തൻ്റെ വയറ്റിൽ പിറന്ന കുട്ടിയെ ഇല്ലാതാക്കിയതാണ് ഈ നാശങ്ങളുടെ മുഖ്യ കാരണമെന്ന്. അത് അനിരുദ്ധേട്ടൻ കേൾക്കെ താൻ വിവാഹത്തിനു മുമ്പ് പിഴച്ചവളായിരുന്നുവെന്ന് അദ്ദേഹം അറിഞ്ഞില്ലേ? എന്തായിരിക്കും പ്രതികരണം? ശാലുമോൾ വാതിക്കൽ വന്ന് ആൻറ്റിയെ തന്നെ നോക്കി അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ അവളുടെ കണ്ണുകൾ രണ്ടും പൂച്ചയുടേതുപോലെ തോന്നി. ആൻറ്റിയെ നോക്കി തലയൊന്ന് കുലുക്കിയിട്ട് അവൾ പിൻവാങ്ങി. ഉമ്മറത്ത് ഒരു സിഗരറ്റിൽ നിന്നും മറ്റൊന്ന് കത്തിച്ചുകൊണ്ട് ഉലാത്തുകയായിരുന്നു അനിരുദ്ധൻ. തൻ്റെ ഭാര്യയെക്കുറിച്ച് ആ പ്രേതം പറഞ്ഞത് സത്യം തന്നെയാണെന്ന വിശ്വാസത്തിലായിരുന്നു അയാൾ. കാരണം പ്രേതത്തിന് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. ശാലുമോൾ അങ്കിളിൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്കിൾ, ആൻറ്റി കട്ടിൽ കിടന്ന് കരയണു. കരയട്ടെ. എന്തിനാ അങ്കിൾ ആൻറ്റി കരയണത്? പണ്ടെന്നോ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാവും. എന്ത് പാവമാ അങ്കിൾ? കുട്ടി വിടാനുള്ള ഭാവമില്ല. അനിരുദ്ധന് ദേഷ്യം വന്നു. പോടി അപ്പുറത്ത്. എന്ത് പാവമാണ് നിൻ്റെ ആൻറ്റിയോട് ചെന്ന് ചോദിക്കുക. എന്തൊക്കെ അവൾ ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് മാത്രമല്ലേ അറിയൂ. ഉള്ളിൽ വരുന്ന ചിരിയോടെ എന്നാൽ പുറത്ത് ഭീതിയോടെ ഭാവം നടിച്ച് കുട്ടി പിൻവാങ്ങി. സന്ധ്യയും പിന്നാലെ ഇരുട്ടും വന്നു. അനിരുദ്ധൻ മുറിയിലേക്ക് ചെന്നത് നന്നേ ഇരുട്ടിക്കഴിഞ്ഞ ശേഷമാണ്. വിനയപ്രഭ അപ്പോഴും കിടക്കുകയായിരുന്നു. അയാൾ വാതിൽ ചേർത്തടച്ചു. അരുൺമോൻ അപ്പുറത്തെവിടെയോ ആണ്. ഒരു നിമിഷം ഭാര്യയെ തന്നെ നോക്കി നിന്നിട്ട് അയാൾ കട്ടിലിരുന്നു. വിനയെ, ആ പ്രേതം പറഞ്ഞത് സത്യമാണോ? തോളിൽ കൈവച്ചുകൊണ്ടായിരുന്നു ചോദ്യം. അല്ല അനിരുദ്ധേട്ട, ചേട്ടൻ എന്നെ വിശ്വാസമില്ലേ? മച്ചിലിരുന്ന ഒരു പല്ലി അനിരുദ്ധനെ തുറച്ചു നോക്കി. പെട്ടെന്നായിരുന്നു അനിരുദ്ധനിൽ ഭാവമാറ്റമുണ്ടായത്. അയാൾ ഭാര്യയെ മലർത്തിക്കിടത്തി. വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി. അവൾ എതിർത്തില്ല. ലൈറ്റ് അണയ്ക്കുവാൻ പോലും പറഞ്ഞില്ല. ഈ അവസ്ഥയിൽ ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുത്താൽ അയാളുടെ മനസ്സിലെ സംശയങ്ങളൊക്കെ ഇല്ലാതാകുമെന്ന് അയാൾക്ക് തോന്നി. വിനയപ്രഭ പരിപൂർണ നഗ്ന. സ്വയം നഗ്നനായ അനിരുദ്ധൻ അവളിലേക്ക് പടർന്നിറങ്ങി. ക്രമേണ അയാൾക്ക് 4 കുതിരകളുടെ ശക്തിയായി. നിലവിളിക്കാനായി അവൾ വായി തുറന്നുപോയി. വേണ്ട അനിരുദ്ധേട്ടാ, മതി, പോരടി. നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ തീർത്തു തരാം. അല്ലെങ്കിൽ സത്യം പറയടി, ആ പ്രേതം പറഞ്ഞത് ശരിയാണോ? അനിരുദ്ധന് വന്യമായൊരു ശക്തി കൂടി കൈവന്നതുപോലെ തൻ്റെ അരക്കെട്ട് പൊട്ടിപ്പിളരുമെന്ന് അവൾക്ക് തോന്നി. ഒരു മനുഷ്യന് ഇത്രയും ശക്തിയോ? ഇല്ല, ഒരിക്കലുമില്ല. അക്കാര്യത്തിൽ സംശയമില്ലായിരുന്നു വിനയപ്രഭയ്ക്ക്. അനിരുദ്ധൻ്റെ ആസുരശക്തിക്ക് മുന്നിൽ പ്രാണം പിടയുമ്പോഴും വിനയപ്രഭ ഓർക്കുകയായിരുന്നു, ഇത് അനിരുദ്ധേട്ടനല്ല, മറ്റാരോ ആണ്. എത്രയോ വർഷങ്ങൾ അനിരുദ്ധേട്ടനുമായി ജീവിച്ചവളാണ് താൻ. ഉറക്കെ അലറിക്കരയണമെന്നുണ്ട് വിനയപ്രഭയ്ക്ക്. പക്ഷെ നിലവിളി കെട്ട് ഓടിയെത്തുന്നവർ കാണുന്ന രംഗം. അനിരുദ്ധനാണെങ്കിൽ ഒരു കിതപ്പ് പോലും ഇല്ലായിരുന്നു. ക്രമേണ യന്ത്രം പോലെ അയാൾ. അനിരുദ്ധേട്ടാ, വേണ്ട, ഞാൻ ചത്തുപോകും. അവളുടെ ശബ്ദം നേർത്തു വരികയായിരുന്നു. ചാകട്ടടി, അല്ലെങ്കിൽ പറ, ആ പ്രേതം പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ. അവസാനം അവൾ സമ്മതിച്ചു. എനിക്ക് പറ്റിപ്പോയ ഒരു തെറ്റാ അത്. അനിരുദ്ധേട്ടൻ എന്നോട് പൊറുക്കണം.
ദയവ് ചെയ്ത് എന്നെ മോചിപ്പിക്കേ. എന്നെ വഞ്ചിച്ചുകൊണ്ട് ഇത്രയും കാലം കഴിഞ്ഞവളല്ലേ നീ. അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അയാൾക്ക് പിന്നെയും കരുത്തേറുകയാണ്. അവളുടെ സ്വബോധം നഷ്ടമായി കഴിഞ്ഞിരുന്നു. മറിച്ചല്ലായിരുന്നു അനിരുദ്ധൻ്റെയും അവസ്ഥ. ഇത്രയുമൊക്കെ പരാക്രമങ്ങൾ അയാൾ കാട്ടിയത് സ്വബോധത്തോടെ ആയിരുന്നില്ല. ഒരജ്ഞാത ശക്തി അയാളെക്കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. വെളുപ്പിന് കുപ്പിച്ചില്ലുകളുടെ മൂർച്ചയുള്ള ഒരു പൊട്ടിച്ചിരി കാതുകളിലേക്ക് പൊളഞ്ഞു കയറിയപ്പോൾ മാത്രമാണ് അനിരുദ്ധനും വിനയപ്രഭയും ഞെട്ടിയുണർന്നത്. ചകിതഭാവത്തിൽ അവർ ഇരുവരും ഇരുളിലേക്ക് തുറിച്ചു നോക്കി. അവിടെ 2 കണ്ണുകൾ, തീക്കനൽ പോലെ ജ്വലിക്കുന്നവ. അവരുടെ തൊണ്ടയിൽ ആർത്തനാദങ്ങൾ പിടഞ്ഞു കിടന്നു. ഭീതി കാരണം ശബ്ദം പുറത്തേക്ക് വന്നില്ല. അനിരുദ്ധൻ വല്ലവിധേനയും കൈനീട്ടി ബെഡ്റൂം ലാമ്പ് തെളിയിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. അതിനു മുമ്പ് കയ്യിൽ എന്തോ ഒന്ന് വഴുതി വീണു. വരിഞ്ഞു ചുറ്റി. ഒപ്പം ഒരു സീൽക്കാരം. അയ്യോ പാമ്പ്! ഇത്തവണ അവൻ നിലവിളിച്ചു പോയി. അവൻ കൈ കുടഞ്ഞു. പാമ്പ് തറയിൽ വീഴുന്ന ശബ്ദം. ഇരുളില്ല കണ്ണുകൾ പൂർവാധികം തിളങ്ങി. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടി. അളിയോ, വാതിൽ തുറക്ക്! എന്തിനാ നിലവിളിച്ചത്? ഇത്തവണ അയാൾ ലൈറ്റ് ഓൺ ചെയ്തു. താനും വിനയപ്രഭയും നഗ്നരാണെന്ന് ഞെട്ടലോടെ അറിഞ്ഞു. മാത്രമല്ല, നടുവനക്കാൻ കഴിയുന്നില്ല. വിനയപ്രഭയുടെ അരക്കെട്ടിൽ ചോര. ചോദ്യഭാവത്തിൽ അവൻ അവളെ നോക്കി. അവളൊന്ന് വിതുമ്പിപ്പോയി. അളിയ, വാതിൽ തുറക്ക്! പിന്നെയും ജയകൃഷ്ണൻ്റെ ശബ്ദം. വസ്ത്രം ധരിക്ക് വിനയെ. വാതിൽ തുറക്കാതെ ഇനി ജയം പോകുമെന്ന് തോന്നണില്ല. എനിക്ക് പറ്റണില്ല അന്നേട്ടാ. പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും ഒറ്റ കരച്ചിലായിരുന്നു വിനയപ്രഭ. അനിരുദ്ധൻ വല്ല വിധേനയും എഴുന്നേറ്റ് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു. പിന്നെ വസ്ത്രങ്ങൾ ധരിച്ച് ചെന്ന് വാതിൽ തുറന്നു. വാതിക്കൽ ഉദ്യോഗത്തോടെ നിൽക്കുകയായിരുന്ന ജയകൃഷ്ണൻ. എന്തിനാ അളിയാ നിലവിളിച്ചത്? പാമ്പ്! പാമ്പോ? എവിടെ? ജയകൃഷ്ണൻ പേടിയോടെ ചുറ്റും നോക്കി. ഈ മുറിയിലുണ്ട്. അനിരുദ്ധനും ജയകൃഷ്ണനും കൂടി മുറി മുഴുവൻ തിരഞ്ഞു. പക്ഷെ അതിനെ കണ്ടില്ല. ചേച്ചിയൊന്ന് എണീറ്റേ, ചിലപ്പോൾ ബെഡിലെങ്ങാനും പാമ്പ് കയറിയിരിപ്പുണ്ടോയെന്ന് അറിയില്ലല്ലോ. മുന്നോട്ട് നീങ്ങിയ ജയകൃഷ്ണനെ അനിരുദ്ധൻ തടഞ്ഞു. വേണ്ട വേണ്ട, അവൾക്ക് മേലാണ്ടിരിക്കുക. എങ്കിൽ ഞാൻ പോട്ടെ. ഇനി പാമ്പിനെ കാണുകയാണെങ്കിൽ വിളിച്ചാൽ മതി. ശരി. അവൻ പോയി കഴിഞ്ഞപ്പോൾ അനിരുദ്ധൻ വാതിലടച്ചു. കിടക്കയിൽ വന്നിരുന്നു. ഇന്നലെ എന്തൊക്കെയാണ് വിനയെ നടന്നത്? മറുപടി പറയാതെ അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ദിവസങ്ങൾ അടർന്നുകൊണ്ടിരുന്നു. ചെറുകുന്നത്ത് തറവാട്ടിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. തറവാടിനെ ബാധിച്ചിരുന്ന അശാന്തിയുടെ പുക മറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഉള്ളിൽ ആശ്വാസം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനി എത്രയും വേഗത്തിൽ ഇവിടെ നിന്നും പോയാൽ മതിയെന്ന് ഓരോരുത്തർക്കും തോന്നി. കൂടുതൽ നിന്നാൽ വീണ്ടും കുഴപ്പങ്ങളുണ്ടായാലോ? എന്നാൽ മാതൃ മുത്തശ്ശിക്ക് മുമ്പിൽ അവർ വിവരം പറഞ്ഞതോടെ സംഗതി ബഹളമായി. ഇല്ല, ഇനി ആരെയും ഒരിടത്തേക്കും വിടില്ല ഞാൻ. എൻ്റെ കണ്ണടയും വരെയെങ്കിലും എല്ലാവരും എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാമല്ലോ അമ്മേ. വിനയപ്രഭ നയത്തിൽ കൂടി. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വീതം ഇവിടെ മാറി മാറി നിൽക്കാം. അത് പറ്റില്ല. അല്ലാച്ചേ എൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ നിങ്ങൾ പോകൂ. മാധുരി മുഖം തിരിച്ചു. എൻ്റെ വിനയനും നരേന്ദ്രനും പോയില്ലേ? ജ്യോതികയും ലക്ഷ്മിയും വിഷ്ണുവിനെയും ശാലുനെയും കൂട്ടി അല്ലാച്ചാൽ തന്നെ എങ്ങടെ പോകാനാ? വിനയ്ക്കും അനിരുദ്ധനും അരുമോൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അവനെ ഇവിടെ പട്ടണത്തിൽ സ്കൂളിൽ ചേർക്കണം. അപ്പോൾ എൻ്റെ ജോലിയോ? അനിരുദ്ധൻ പെട്ടെന്ന് തിരക്കി. മാധുരി പുഞ്ചിരിച്ചു. 3/4 ചക്രം കിട്ടണ ജോലിക്ക് വേണ്ടാന്ന് വെക്കുക. അല്ലെങ്കിൽ കുറേ കാലം അങ്ങോട്ട് ലീവ് എടുക്കുക. എൻ്റെ മരണം വരെയെങ്കിലും. അനിരുദ്ധൻ കുറ്റപ്പെടുത്തുന്ന ഭാവത്തിൽ വിനയപ്രഭയെ നോക്കി. അവൾ തല കുനിച്ചു കളഞ്ഞു. മുത്തശ്ശി ജയകൃഷ്ണൻ്റെയും പൂജയുടെയും നേർക്ക് തിരിഞ്ഞു. എന്താ ജയ, ഞാൻ പറഞ്ഞത് കേട്ടൂലേ നീയെ? നിനക്കാണെങ്കിൽ മക്കളുടെ കാര്യം പറയുകയും വേണ്ടല്ലോ. പൂജയെ ഒളികണ്ണിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. പൂജയുടെ മുഖം ചുവന്നു. ഞങ്ങൾക്ക് കുട്ടികളില്ലാന്ന് ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം പറയണമെന്നില്ല അമ്മേ. കുട്ടികളില്ലാത്തതിന് ഞങ്ങളെന്ത് പഴിച്ചു? ഒന്നും പഴിച്ചില്ല. എൻ്റെ മോൻ മച്ചിയല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടിയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ കാര്യം പറയേണ്ടി വരുമായിരുന്നോ? ഇല്ലല്ലോ. അത്ര തന്നെ. എങ്കിൽ മോനെ കൊണ്ട് ഒന്നുകൂടി വേളി കഴിപ്പിക്കി. മുഖത്തടിക്കും പോലെ അങ്ങനെ പറഞ്ഞിട്ട് പൂജ കലിതുള്ളി മുറിയിലേക്ക് പോയി. ഒന്ന് പരിങ്ങി നിന്നിട്ട് ജയകൃഷ്ണനും സൂത്രത്തിൽ പിൻവലിഞ്ഞു. പെൺകോന്തൻ. മുത്തശ്ശിക്ക് കാറി തുപ്പാൻ തോന്നി. എല്ലാവരെയും ഒന്നുകൂടി നോക്കിയിട്ട് മുത്തശ്ശി കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടന്നു. കണ്ണുകളടച്ചു. തനിക്കിനി ഒന്നും പറയാനില്ലെന്ന ഭാവത്തിൽ. അല്പനേരം കൂടി അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ട് മറ്റുള്ളവരും പിൻവാങ്ങി. വിഷ്ണുവിന് സന്തോഷമാണ് തോന്നിയത്. തൽക്കാലം
ആരും ഇവിടെ നിന്ന് പോകുന്നില്ലല്ലോ. മുടങ്ങിയ മാന്ത്രിക പഠനം 4 നാൾ കൂടി കഴിയുമ്പോൾ തുടങ്ങാം. താൻ ഇവിടെ നിന്ന് പോകും മുമ്പ് ആ യക്ഷിയെ നശിപ്പിക്കുമെന്നവൻ തീർച്ചയാക്കി. പെട്ടെന്നൊരു പൊട്ടിച്ചിരി അവൻ്റെ കാതുകളിൽ വന്നടച്ചു. കുപ്പിച്ചിലുകൾ വാരിവിതരം പോലെയുള്ള ചിരി. നിനക്കതിന് കഴിയില്ല വിഷ്ണു. വല്ലാതെ കിതയ്ക്കുന്ന സ്ത്രീ ശബ്ദം. അതിനു മുമ്പ് നിന്റെ അച്ഛൻ വിനയം പോയ ലോകത്തേക്ക് നിന്നെയും ഞാൻ പറഞ്ഞയക്കും. ഞെട്ടലോടെ വിഷ്ണു ചുറ്റും നോക്കി. പക്ഷെ ആരെയും കണ്ടില്ല. മാധുരി മുത്തശ്ശി കുറേ നേരം കിടക്കിൽ തന്നെ കഴിഞ്ഞു. മുത്തശ്ശി ആരോ വിളിക്കുന്നത് കേട്ടാണ് കണ്ണുകൾ തുറന്നത്. നോക്കുമ്പോൾ തൊട്ടരികിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശാലുമോള്. എന്താ മുത്തശ്ശി കിടക്കണേ? വെറുതെ. ചിരിച്ചുകൊണ്ട് കുട്ടിയെ തൻ്റെ അരികിലേക്ക് പിടിച്ചിരുത്താനായി കൈനീട്ടിയ മാധുരി പെട്ടെന്ന് തീപ്പൊള്ളലേറ്റതുപോലെ കൈ പിൻവലിച്ചു. ശാലുമോളുടെ വായ്ക്ക് ഇരുഭാഗത്തു കൂടിയും 2 തേറ്റപ്പല്ലുകൾ പുറത്തേക്ക് വരുന്നു. മുത്തശ്ശിക്ക് മുഖം തിരിക്കണമെന്ന് തോന്നി. കഴിഞ്ഞില്ല. ക്രമേണ ശാലുമോളുടെ മുഖഭാവം മാറി. അവൾക്ക് യാമിനിയുടെ മുഖം വന്നു. ഒപ്പം അവൾ വളരാൻ തുടങ്ങി. മേൽപോട്ട് മേൽപോട്ട് മച്ചോളം. മാധുരി മുത്തശ്ശിയുടെ അലർച്ച തൊണ്ടയിൽ കുരുങ്ങി വീണു. അധ്യായം 2. യാമിനിയുടെ രൂപം മച്ചും പിളർന്ന് ആകാശത്തോളം ഉയരുകയാണെന്ന് മുത്തശ്ശിക്ക് തോന്നി. ഒരു നിമിഷം കൊണ്ട് അവർ വിയർത്തു കുളിച്ചു. കണ്ണുകൾ അടയ്ക്കണമെന്നും ഉറക്കെ കരയണമെന്നുമുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. യാമിനിയുടെ കണ്ണുകളിൽ അഗ്നികുണ്ഡം എരിയുന്നത് പോലെ. അവൾ നാവ് പുറത്തേക്ക് നീട്ടിയപ്പോൾ രക്തത്തുള്ളികൾ ഇറ്റുവീഴുകയാണെന്ന് തോന്നി. ഭീതി കാരണം മാധുരിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. വല്ലാതെ രക്തസമ്മർദ്ദം അനുഭവപ്പെട്ടു അവർക്ക്. പുറത്ത് പ്രകൃതി ഇരുളുകയായിരുന്നു. പഞ്ഞിക്കെട്ട് പോലെ പറന്നു നടന്നിരുന്ന മേഘങ്ങൾ കറുത്തിരുണ്ട രൂപം കൈവന്നതുപോലെ വളരെ വേഗത്തിലാണ്. പാടത്തെ നെൽച്ചെടികൾക്കിടയിൽ നിന്നും പ്രകൃതിയെ നടക്കുന്ന മുഴക്കത്തോടെ ഒരു ചുഴലിക്കാറ്റ് മുകളിലേക്ക് ഉയർന്നു. വരമ്പത്ത് നിന്നിരുന്ന തെങ്ങുകളുടെയും കവുങ്ങുകളുടെയും വട്ടം ചുറ്റിച്ചുകൊണ്ട് ആ കാറ്റ് ചെറുകുന്നത്ത് തറവാടിൻ്റെ പറമ്പിലേക്ക് കയറി. തെക്കു പടിഞ്ഞാറ് നിന്നിരുന്ന കൂറ്റൻ ഏഴിലം പാലയെ മാത്രം ആ കാറ്റ് സ്പർശിച്ചില്ല. ബാക്കിയുള്ള മരങ്ങളെല്ലാം ആടിയുലഞ്ഞു. ശിഖരങ്ങൾ ഒടിഞ്ഞ് നിലം പതിച്ചു. തറവാടിൻ്റെ ഓടുകളിൽ ചിലത് കാറ്റിൽ പറന്നുപോയി. ഭൂമി നടുവേ പിളരുന്നത് പോലെ ഒരു ഇടിവെട്ടി. മണൽ വാരി എറിയും പോലെ മഴത്തുള്ളികൾ ചിതറി വീണു. നിമിഷങ്ങൾക്കുള്ളിൽ മഴയ്ക്ക് ശക്തിയും വേഗതയുമേറി. തുള്ളിക്കൊരു കുടമല്ല, അതിനേക്കാൾ കൂടുതൽ പെയ്തിറങ്ങി. കാറ്റത്ത് പറന്നുപോയ ഓടുകളുടെ ഭാഗത്തുകൂടി വെള്ളം തറവാടിനുള്ളിലേക്ക് വീണു. നടുമുറ്റം നിറഞ്ഞു കവിഞ്ഞ് നടുത്തളത്തിലേക്ക് വെള്ളം ഒഴുകിക്കയറുകയാണ്. കാറ്റും മഴയും ഇടിയും. തറവാട്ടിലുണ്ടായിരുന്നവർ ഓരോ മുറികളിലേക്ക് ഓടിക്കയറി നിലവിളിച്ചുകൊണ്ട് വാതിലുകളും ജനലുകളും അടച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രകൃതി ഇത്രയും കലിതുള്ളുന്നത് അവരാരും കണ്ടിട്ടില്ല. തറവാട്ടുകുളങ്ങളിൽ ആറ്റുവെള്ളം കണക്കെ ഉയരുകയായിരുന്നു വെള്ളം. മാതൃയ്ക്ക് മുന്നിൽ നിന്ന യാമിനി അട്ടഹസിച്ചു. ഈ നിമിഷം എനിക്കെല്ലാവരെയും വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ തമ്പുരാട്ടി. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്താൽ അത് സുഖമരണമായി പോവും. ഇവിടെ ആരും അർഹിക്കാത്തത് ഇഞ്ചിഞ്ചായിട്ടുള്ള മരണമായി ഇവിടെയുള്ളവർക്ക് വിധിച്ചിരിക്കണേ. യാമിനി. വല്ല വിധേനയും മാധുരിയുടെ നാവ് ചലിച്ചു. നിനക്ക് ഇനിയും തീർന്നിട്ടില്ലേ ഞങ്ങളോടുള്ള പക? വന്നത് വന്ന്. ഇനി ക്ഷമിച്ചൂടെ നിനക്ക്? ക്ഷമിക്കാനോ? നിങ്ങളോടോ? അവൾ അട്ടഹസിച്ചു. ആ ശബ്ദത്തിൽ ഭൂമി പോലും വിറകൊള്ളുന്നതായി തോന്നി മാധുരിക്ക്. ഇല്ല, ഈ തറവാടിൻ്റെ അടിത്തറ വരെ മുടിഞ്ഞു കാണാതെ ഞാൻ അടങ്ങില്ല. അതുവരെ എന്നെ ഒന്നും ചെയ്യാനും കഴിയില്ല ആർക്കും. എങ്കിൽ എല്ലാത്തിനും കാരണക്കാരി ഞാനല്ലേ? എൻ്റെ ജീവൻ കൊണ്ട് നിനക്ക് തൃപ്തിയാവുമെങ്കിൽ അതങ്ങെടുത്തിട്ട് മറ്റുള്ളവരെ വിട്ടുകൂടെ യാമിനി? ആണോ തമ്പുരാട്ടി? അവളുടെ മൂർച്ചയുള്ള ശബ്ദം വാൾ പോലെ മാധുരിയുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി. എൻ്റെ നാശത്തിന് കാരണം നിങ്ങൾ മാത്രമാണ് തമ്പുരാട്ടി. അതിന് മാധുരി മറുപടി പറഞ്ഞില്ല. പിന്നെ യാമിനി തുടർന്നു. എല്ലാം കഴിഞ്ഞിട്ടേ, എല്ലാവരുടെയും മരണം കഴിഞ്ഞിട്ടേ, അത് കണ്ടിട്ടേ നിങ്ങളെ ഞാൻ ഇല്ലാതാക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലേ? അത് നടന്നിരിക്കും. അതിനു മുമ്പ് സ്വയം ജീവനെടുക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നടക്കില്ല. ഒരു ഇടി കൂടി വെട്ടി. അറിയാതെ മയങ്ങിപ്പോയി മാധുരി. മുത്തശ്ശി, മുത്തശ്ശി! ആരോ കുലുക്കി വിളിക്കുന്നു. ഞെട്ടലോടെ മാധുരി കണ്ണുകൾ തുറന്നു. തൊട്ടടുത്ത് ശാലുമോള്. മാധുരി കുട്ടിയെ പകച്ചു നോക്കി. ശാലുമോളാണോ ഇത്? യാമിനിയല്ലേ? എന്താ മുത്തശ്ശി ഇങ്ങനെ തുറച്ചു നോക്കണത്? എന്തൊക്കെയോ മുത്തശ്ശി ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞത്. കുട്ടി മുത്തശ്ശിയെ കളിയാക്കി കൈകൊട്ടി ചിരിച്ചു.
മാധുരി അങ്ങ് വല്ലാതായി. ഒക്കെ തൻ്റെ തോന്നലായിരുന്നു. അവൾ കാതുകൾ കൂർപ്പിച്ച് മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ, കാറ്റിൻ്റെ ഇരമ്പലുണ്ടോ, ദിഗന്ധം പിളരുന്ന ഇടിവെട്ടുണ്ടോ? ഒന്നുമില്ല. എല്ലാം ശാന്തം. മഴ പെയ്തില്ലേ മോളെ? അവർ സംശയത്തോടെ തിരക്കി. പെയ്തല്ലോ. നടുത്തളത്തിലും നടുമുറ്റത്തും ഒക്കെ വെള്ളമാ. ഒത്തിരി ഓടും പോയി, മരങ്ങളും ഒടിഞ്ഞു. മാധുരി ചിന്താധീനയായി. ഇതൊക്കെ സത്യമായിരുന്നുവെങ്കിൽ ഇതുമാത്രം. ഇവൾ ശാലുമോൾ തന്നെയാണോ? അതോ? അവരെ കൂടുതൽ ചിന്തിക്കാൻ വിടാതെ ശാലുമോൾ ആ കരം കവർന്നു. ഇതെന്തൊരു കിടപ്പാ മുത്തശ്ശി, ഇങ്ങോട്ട് എണീറ്റ് വന്നേ, വെള്ളം കാണാൻ എന്ത് രസാ. കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി മാധുരി എഴുന്നേറ്റു. പുറത്തേക്ക് വന്നപ്പോൾ മറ്റുള്ളവർ വെള്ളത്തിനുള്ളിലൂടെ നടക്കുന്നത് കണ്ടു. എന്തൊരു മഴയായിരുന്നു. അനിരുദ്ധൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. മാധുരി ഒന്നും മിണ്ടിയില്ല. ഇത് വെറും മഴയല്ലെന്ന് അവർക്കറിയാമായിരുന്നു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. ഇനി 2 നാൾ കൂടി കഴിഞ്ഞാൽ തനിക്ക് നിലവറയിൽ പ്രവേശിക്കാൻ കഴിയും എന്ന സന്തോഷത്തിലായിരുന്നു വിഷ്ണു. ഇത്രയും ദിവസം ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയാൽ മതിയെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പൂമുഖത്തെ അരഭിത്തിയിൽ കാലുകൾ നീട്ടിവെച്ച് തൂണിൽ ചാരിയിരിക്കുകയായിരുന്നു അവൻ. പടിപ്പുര കടന്ന് കാര്യസ്ഥൻ വേലുനായർ അവിടേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ നിവർന്നിരുന്നു. വേലു അങ്കിളിനെ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. ആ, ഒത്തിരി ജോലി ഉണ്ടായിരുന്നു വിഷ്ണുവേ. ആട്ടെ, മുത്തശ്ശി എവിടെ? അകത്തെ മുറിയിലാണെന്ന് തോന്നുന്നു. പക്ഷേ അപ്പോഴേക്കും വാതിക്കൽ നിന്നും ശബ്ദം കേട്ടു. ആരാ അവിടെ? വേലുവാണോ? ആണ് തമ്പുരാട്ടി. മാധുരി ഉമ്മറത്തെത്തി. വിഷ്ണുവിനെ ഒന്ന് നോക്കി. മോൻ അകത്തേക്ക് പോയിക്കോ, എനിക്ക് വേലുവിനോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. വിഷ്ണു എഴുന്നേറ്റ് പോയി. മാധുരി കസേരയിരുന്നു. വേലു ഇരിക്കുക. അരഭിത്തിയിൽ വേലുനായരും ഇരുന്നു. എന്താണാവോ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു വിട്ടത്? അറിയില്ല എന്ന് ഭാവിക്കേണ്ട വേലുവേ, താൻ മനസ്സിൽ നിരീച്ചത് തന്നെ. അവളുടെ കാര്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഈ തറവാട്ടിലെ ആരെയും വാഴിക്കില്ല എന്നാണ് അവൾ പറയണ. യാമിനിയെ അറിയാതെ വേലുനായരുടെ മുഖം കുനിഞ്ഞുപോയി. തനിക്കുണ്ടായ അനുഭവവും യാമിനിയുടെ താക്കീതുമൊന്നും ഒരിക്കലും മറക്കാനാവില്ലല്ലോ അയാൾക്കും. എന്തായാലും ഒരിക്കലും മരിക്കണം. എന്നാൽ പിന്നെ കുട്ടികളിൽ ഇനിയുള്ളവരുടെയും അവരുടെ മക്കളെയെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടായാൽ നന്നായിരിക്കുമെന്ന് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരണത് മുഴുവൻ പറഞ്ഞില്ലെങ്കിലും അതെന്താണെന്ന് അറിയാമായിരുന്നു വേലുനായർക്ക്. തമ്പുരാട്ടി, ഒരു കാര്യം ഉണർത്തിച്ച തമ്പുരാട്ടി കോപിക്കരുത്. സ്വതേ ചുളിവുകൾ വീണ മാധുരിയുടെ മുഖം പിന്നെയും ചുളിഞ്ഞു. പറഞ്ഞോളൂ. എന്നിട്ട് മടിച്ചാണെങ്കിലും അയാൾ പറഞ്ഞു. പ്രായം ഇത്രയുമായെങ്കിലും അടിയന് ഒരു യക്ഷിയുടെ കൈകൊണ്ട് മരിക്കാൻ ഭയമുണ്ട് തമ്പുരാട്ടി. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. വേലുനായർ എഴുന്നേറ്റു. തമ്പുരാട്ടി പൊറുക്കണം. അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയിടം വന്നത് തന്നെ. അല്ലച്ചാ, ഇങ്ങോട്ട് വരണമെന്ന് തന്നെ ഞാൻ കരുതിയിരുന്നതല്ല. ഉത്തരത്തിലിരുന്ന് ഒരു ഗൗളി ചിലച്ചു. തമ്പുരാട്ടിയും വേലുനായരും അത് ശ്രദ്ധിച്ചു. എങ്കിലും മാധുരി ഉറക്കെ വിളിച്ചു. വേലു, ഞാൻ പോണു തമ്പുരാട്ടി. 2ാം മുണ്ടെടുത്ത് വീശിക്കൊണ്ട് അയാൾ ഇറങ്ങി നടന്നു. പടിപ്പുര കടന്ന് അയാൾ മറയുന്നത് വരെ മാധുരി നോക്കിയിരുന്നു. ആരോ അടക്കിപ്പിടിച്ച് ചിരിച്ചതുപോലെ തോന്നി മാധുരിക്ക്. ചുറ്റും നോക്കി, പക്ഷെ ആരെയും കണ്ടില്ല. ഇനി എന്തു വേണമെന്ന് ചിന്തിച്ച് മാധുരി അകത്തേക്ക് പോയി. ജയകൃഷ്ണ, എടാ ജയകൃഷ്ണ. ഇളയ മകൻ്റെ മുറിയുടെ വാതിക്കൽ ചെന്ന് നിന്ന് മാധുരി വിളിച്ചു. ഉച്ചമയക്കത്തിലായിരുന്ന ജയകൃഷ്ണനും പൂജയും. നിങ്ങളെ അമ്മ വിളിക്കുന്നു. അനിഷ്ടത്തോടെ പൂജ ഭർത്താവിനെ തോണ്ടി. എന്നിട്ടും 4-5 തവണ കൂടി മാധുരി വിളിച്ചതിന് ശേഷമേ അവൻ ഇറങ്ങി വന്നുള്ളൂ. എന്താടാ, ഞാൻ വിളിച്ചാൽ വരണ്ടാന്ന് കൂടി കാതിൽ ഓതിത്തന്നോ നിൻ്റെ ഭാര്യ? അവർ കോപത്തോടെ തിരക്കി. അമ്മ എന്തിനാ എഴുതാപ്പുറം വായിക്കണേ? ഞാനൊന്ന് മയങ്ങിപ്പോയി, അത്ര തന്നെ. നീരസമുണ്ടായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ. മാധുരി കടുപ്പിച്ചൊന്ന് മൂളി. ഉച്ചയുറക്കം നന്നല്ല കേട്ടോ. അതെ, ഈ തറവാട്ടിലെ പുതിയ കാര്യമാണോ അമ്മേ? എൻ്റെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ. അച്ഛനും അമ്മയും മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് മയങ്ങാറുണ്ടായിരുന്നല്ലോ. നിന്നോട് തർക്കിക്കാനൊന്നും വന്നതല്ല ഞാൻ. എങ്കിൽ അമ്മ കാര്യം പറഞ്ഞാട്ടെ. നീ ഒരുങ്ങി വാ, നമുക്ക് ഒരിടം വരെ പോകണം. കാറെടുക്കണം. എങ്ങോട്ടാ അമ്മേ? അതൊക്കെ വഴിയെ പറയാം. ഈ ഉച്ചയ്ക്ക് തന്നെ പോണോ? വെയിലൊന്ന് ചാഞ്ഞിട്ട്. മകൻ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല മാധുരി. പോരാ, ഇപ്പോൾ തന്നെ പോണം. എങ്കിലേ വെയിൽ ചായുമ്പോഴേക്കും അങ്ങെത്താൻ പറ്റൂ. അധികം ഇരുട്ടും മുൻപ് മടങ്ങിയെത്തണം. ജയകൃഷ്ണൻ ചിന്തിച്ചു നിന്നു.
ഇന്നൊരു സിനിമയ്ക്ക് പോകണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണ് പൂജ. മനസ്സിന് അതെങ്കിലും ഒരു ആശ്വാസമാവുമല്ലോ. മകൻ്റെ ഭാവം കണ്ടപ്പോൾ മാധുരിക്ക് കോപം ഇരട്ടിച്ചു. നിനക്ക് വരാൻ പറ്റില്ല അച്ഛാ, പറഞ്ഞോളൂ, ഞാൻ ടാക്സി വിളിച്ചു പോകാം. അത് വേണ്ടമ്മേ, ഞാൻ വരാം. ജയകൃഷ്ണൻ തിരികെ മുറിയിൽ ചെന്ന് ഭാര്യയോട് വിവരം പറഞ്ഞു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് അമ്മയാണ് വലുത്. അവർ പറയുന്നത് തന്നെ ചെയ്തോ. അവൾ തിരിഞ്ഞു കിടന്നു. പിന്നെ അവനൊന്നും പറയാൻ പോയില്ല. വേഷം മാറി ഉമ്മറത്ത് ചെന്നപ്പോഴേക്കും യാത്രയ്ക്കൊരുങ്ങി നിന്നിരുന്നു മാധുരി. ഇരുവരും കാറിൽ കയറി. പോകാം. കാറ് നീങ്ങി. മുറ്റത്തിൻ്റെ കോണിൽ നിന്നിരുന്ന ശാലുമോൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു. കാർ പടിപ്പുര കടന്നതും ഒരു കരിമ്പൂച്ച വഴിക്ക് കുറുകെ ചാടി. ജയകൃഷ്ണൻ ബേക്കമർത്തിയെങ്കിലും പിന്നിലെ വലത് ചക്രത്തിനിടയിൽ പൂച്ച ചതഞ്ഞെറിഞ്ഞു. പ്രാണം പോകുമ്പോഴുള്ള പൂച്ചയുടെ വികൃത ശബ്ദം. ജയകൃഷ്ണനും മാധുരിയും വിളറിപ്പോയി. സൂര്യൻ്റെ മുഖം ഒന്നുകൂടി കത്തിജ്വലിച്ചു. ഉച്ചവെയിൽ തിളച്ചു. ജയകൃഷ്ണൻ തല പുറത്തേക്കിട്ട് നോക്കി. ചതഞ്ഞറിഞ്ഞ ചോരയിൽ കുളിച്ചു കിടക്കുന്ന കരിമ്പൂച്ച. പടിപ്പുരയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ അപശകനം. അവൻ തലതിരിച്ച് മാധുരിയെ നോക്കി. മാധുരിയും തല പുറത്തേക്കിട്ട് നീട്ടി അത് ശ്രദ്ധിക്കുകയായിരുന്നു. വണ്ടി തലയിലൂടെ കയറി പൂച്ചയുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് ചാടിയിരുന്നു. ആ കണ്ണുകൾ അപ്പോഴും തന്നെ രോക്ഷത്തോടെ നോക്കുന്നത് പോലെയാണ് മാധുരിക്ക് തോന്നിയത്. തറവാട്ടുമുറ്റത്തു നിന്നിരുന്ന ശാലുമോളും അവിടേക്ക് ശ്രദ്ധിക്കുകയായിരുന്നു. കുട്ടിയുടെ കണ്ണുകൾക്ക് അപ്പോൾ പച്ച നിറമായിരുന്നു. അപശകുനമാണല്ലോ അമ്മേ, ഇനിയിപ്പോൾ പോണോ, അതോ തറവാട്ടിലേക്ക് തിരിച്ചു കയറുന്നു? മറ്റൊരു ദിവസം പോകാലോ. വേണ്ട, പെട്ടെന്നായിരുന്നു മാധുരിയുടെ മറുപടി. ഇന്ന് തിരികെ പോകുന്ന പ്രശ്നമല്ല, മുന്നോട്ട് തന്നെ. വഴിയിൽ ഇനിയും ഇത്തരം അവലക്ഷണങ്ങൾ ഉണ്ടാകും. ശ്രദ്ധിക്കണ്ട, നീ വണ്ടി ശ്രദ്ധയോടെ ഓടിച്ചാൽ മാത്രം മതി. എന്നിട്ടും പൂച്ചയെ ഒരു വട്ടം കൂടി നോക്കിയിട്ടാണ് ജയകൃഷ്ണൻ കാർ മുന്നോട്ടെടുത്തത്. അതും പിൻചക്രം അതിൻ്റെ മേൽ കയറാത്ത വിധത്തിൽ. എല്ലാം നോക്കി നിന്നിരുന്ന ശാലുമോളുടെ മുഖത്ത് ഒരു മന്ദഹാസം മിന്നിമറഞ്ഞു. മാധുരി പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് കാർ എത്തുമ്പോൾ മണി 5:30 കഴിഞ്ഞിരുന്നു. 4 റോഡുകൾ കൂട്ടിമുട്ടുന്ന കവലയായിരുന്നു അത്. നീ ഇറങ്ങി ഭവത്രതൻ തമ്പിയുടെ തറവാട് എവിടെയാണെന്ന് തിരക്കിയിട്ട് വാജയ, മാധുരി പുറത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് പറഞ്ഞു. കാർ ഒതുക്കിയിട്ട് ജയകൃഷ്ണൻ ഇറങ്ങി ഒരു പീടികയിൽ ചെന്ന് കാര്യം തിരക്കി. പീടികക്കാരൻ ഇടത്തോക്കുള്ള റോഡിലേക്ക് കൈ ചൂണ്ടി. 4-5 ഫർലോങ് പോകുമ്പോൾ 6 കുറുകെ ഒരു പാലമുണ്ട്. പാലത്തിൽ കയറരുത്. അതിൻ്റെ തൊട്ടടുത്ത് കൂടി ഇടത്തോട്ട് ഒരു മൺറോഡുണ്ട്. അതുവഴി 1 ഫർലോങ് പോയാൽ നേരെ ചെന്ന് കയറുന്നത് അവിടേക്കാണ്. നന്ദി. ജയകൃഷ്ണൻ തിരികെ ചെന്ന് കാറിൽ കയറി. വളരെ മോശം റോഡായിരുന്നു അത്. ഇളകിക്കിടക്കുന്ന മെറ്റലുകളും കുഴികളും. വളരെ പതുക്കെ കുലുങ്ങിയും ചെരിഞ്ഞും നിവർന്നും കാറ് നീങ്ങി. എന്തിനാണമ്മേ നമ്മൾ ഭവത്രതൻ തമ്പിയുടെ വീട്ടിൽ പോകുന്നത്? ഇടയ്ക്ക് പിന്നോട്ട് തിരിഞ്ഞ് അവൻ ചോദിച്ചു. ഒക്കെ വഴിയെ ബോധ്യമാവും. പിന്നെ അവൻ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പാലത്തിനടുത്തെത്താൻ 25 മിനിറ്റോളം എടുത്തു. അത്ര പതിയായിരുന്നു യാത്ര. ഇടത്തേക്കുള്ള റോഡിന് തീരെ വീതിയില്ലായിരുന്നു. കഷ്ടിച്ചിന് കാറിന് പോകാനാവും. എതിരെ ഒരു വാഹനം വന്നാൽ കഷ്ടപ്പാടാവും. ആറ്റിറമ്പിലൂടെയുള്ള റോഡ്. തഴച്ചു വളർന്നു നിൽക്കുന്ന ജാതിത്തോട്ടമാണ് ഒരു ഭാഗത്ത്. അതിൽ നിറയെ പഴുത്ത ജാതിക്കുകൾ തൂങ്ങിക്കിടക്കുന്നു. വലിയൊരു പടിപ്പുര അകലെ നിന്നും കണ്ടു. റോഡ് അവിടെ അവസാനിക്കുകയാണ്. പടിപ്പുരയ്ക്ക് മുന്നിൽ കാർ നിന്നു. അകത്തേക്ക് വാഹനത്തിന് പ്രവേശിക്കാൻ കഴിയില്ല. പടിക്കെട്ട് ഉയർത്തിയിട്ടുണ്ട്. പുറത്ത് വണ്ടി തിരിക്കാനുള്ള സ്ഥലമുണ്ട്. മാധുരി ഡോറ് തുറന്നിറങ്ങി. നീയും വാജയ. കാറ് ലോക്ക് ചെയ്ത് പടിപ്പുരയ്ക്ക് പുറത്ത് ചെരുപ്പ് വെച്ച് അമ്മയ്ക്ക് പിന്നാലെ അവനും അകത്തേക്ക് പോയി. തങ്ങളുടെ തറവാടോളം വലിപ്പമുള്ളതാണ് ഭവത്രതൻ തമ്പിയുടെ തറവാടുമെന്ന് അവർ അറിഞ്ഞു. അരബത്തിയോട് ചേർന്ന് തടിയിൽ കൊത്തിയ തൂണുകളാണ് ഉമ്മറത്തുണ്ടായിരുന്നത്. തടികൾ ഗ്ലാസ് പോലെയുള്ള തിളക്കം. നീളൻ വരാന്തയിലും മുറ്റത്തുമൊന്നും ആരെയും കണ്ടില്ല. ഉമ്മറത്തേക്ക് കയറുന്ന ഭാഗത്ത് ഒരു ഓട്ടുമണി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നാവിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ചരട് തൂങ്ങിക്കിടക്കുന്നു. കോളിംഗ് ബെല്ലിന് പകരമാണ് അതെന്ന് ജയകൃഷ്ണന് ബോധ്യമായി. അവൻ അതിന് നേരെ കൈ നീട്ടിയതേയുള്ളൂ. അതിനു മുമ്പ് മണി തനിയെ ശബ്ദിക്കാൻ തുടങ്ങി. ഞെട്ടലോടെ അവൻ പിന്നോട്ട് മാറിപ്പോയി. അത് കണ്ടപ്പോൾ മാധുരി ചിരിച്ചു. മോനെ ജയ, നമ്മൾ നിൽക്കുന്നത് മഹാമാന്ത്രികനായ ഭവത്രതൻ തമ്പി അദ്ദേഹത്തിൻ്റെ തറവാട്ടുമുറ്റത്താണ്. അത്ഭുതങ്ങൾ ഉണ്ടായില്ലെങ്കിലേ ചിന്തിക്കേണ്ടതുള്ളൂ.
മൂർത്തികളെ കൊണ്ടാണ് തമ്പി അദ്ദേഹം ജോലികൾ ചെയ്യിക്കുന്നതെന്നാണ് ജനസംസാരം. ജയകൃഷ്ണൻ എന്തോ ചോദിക്കാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് വാതിക്കൽ നിന്നും ഒരു ശബ്ദമായിരുന്നു. ആരാ അവിടെ? വാർദ്ധക്യം ബാധിച്ച ഒരു പുരുഷ ശബ്ദം. ഇരുവരും അങ്ങോട്ട് നോക്കി. 70 കഴിഞ്ഞ ഒരു വൃദ്ധൻ. മുണ്ടും രണ്ടാം മുണ്ടും വേഷം, നെറ്റിയിൽ കളഭക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല, മെലിഞ്ഞ ശരീരം. എങ്കിലും ആ കണ്ണുകൾക്ക് കാന്തത്തിൻ്റെ ശക്തിയായിരുന്നു. കുഴികളിൽ 2 രത്നങ്ങൾ ഇരിക്കുന്നത് പോലെയായിരുന്നു അവയുടെ തിളക്കം. ആരാ? എവിടുന്നാ? ആ മനുഷ്യൻ തിരക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിന് വേണ്ടി നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കേൾക്കുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും ലൈക്കായിട്ടും രേഖപ്പെടുത്തുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി സന്തോഷത്തോടെ നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.